അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ പഠനമധുര ക്ലാസ്സിലെ ഇന്ന് മുത്തു നബിയുടെ സമ്മാനം എന്ന് പറയുന്ന പുസ്തകത്തിലെ തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുബഹിക്ക് മുമ്പുള്ള സമയത്തിന്റെ പ്രത്യേകതകളാണ്. സുബഹിക്ക് മുമ്പുള്ള സമയത്തിന്റെ പ്രത്യേകത ഒന്നാമത്തത്, മനസ്സ് നന്നാവാൻ നല്ല സമയം എന്നാണ്. ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും നന്നാവേണ്ട ഏത് അവയവമാണെന്ന് ചോദിച്ചാൽ മനസ്സാണ്. കൽബ് ശുദ്ധീകരിക്കുക, കൽബ് നന്നാവുക, സലീമായ കൽബിന്റെ ഉടമയാവുക. ഒരു മുത്തഖിയായ മനുഷ്യന്റെ കൽബിലാണ് അവന്റെ ഈമാനിന്റെ ഉറവിടം. വലാഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ഉണർത്തുന്നു. ഒന്നാമത്, നമുക്ക് മനസ്സ് നന്നാവാൻ ഏറ്റവും നല്ല സമയമാണ് സുബഹിക്ക് മുമ്പുള്ള സമയം, എഴുന്നേൽക്കുക. രണ്ടാമത്, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ ഒരുപാട് പറയുമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് സുബഹിക്ക് മുമ്പുള്ള സമയമാണ് പറഞ്ഞു. ഇനി മൂന്നാമത്തത്, റഹ്മത്തിന്റെ മലക്കൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നാലാമത്, ആ സമയത്തുള്ള അമലുകൾക്ക് അല്ലാഹു തആല നൽകുന്നത് 70 ഇരട്ടി പ്രതിഫലമാണ്. നമുക്ക് ഒരമല് ചെയ്താൽ 1-ന് 10 അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും കുറഞ്ഞ കൂലി, 1-ന് 1 പക്ഷേ 70 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു സമയം അത് സുബഹിക്ക് മുമ്പാണ്. ഇനി അഞ്ചാമത്തത്, സ്വർഗത്തിൽ നിന്നും ഒരു ഇളം കാറ്റ് ഭൂമിയിലേക്ക് അടിച്ചു വീശുന്ന സമയമാണ്. അത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് അത് ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടും. അക്കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ 2 പേരായിരുന്നു ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത്. ഒന്ന് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ അബ്ദുല്ലാഹി ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആദ്യത്തെ ബാങ്ക് വിളിക്കുമായിരുന്നു. ആ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, നബിയെ, തഹജ്ജുദിന് ഞാൻ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ സുബഹി വരെ എനിക്ക് ഒരു വല്ലാത്ത സുഗന്ധം എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹാനോട് പറഞ്ഞത്, അത് നിനക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഭാഗ്യമാണ്. അത് സുബഹി ബാങ്ക് വിളിക്കുന്നത് വരെയാണ് കിട്ടുന്നതെന്ന ചരിത്രം പറയുന്നത്. അപ്പം സുബഹിക്ക് മുമ്പുള്ള ആ സമയത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. 1, മനസ്സ് നന്നാവാൻ നല്ല സമയം. 2, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം. 3, റഹ്മത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക്, അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയം. 4, ഏത് അമലുകൾക്കും അല്ലാഹു തആല 70 ഇരട്ടി പ്രതിഫലം നൽകുന്ന സമയം. ഇനി അഞ്ചാമത്തതോ, സ്വർഗത്തിൽ നിന്നും ഇളം കാറ്റ് അടിച്ചു വീഴുന്ന സമയം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയം സുബഹിയോടടുത്ത സമയമാണ്. അപ്പം ആ സമയത്തിന് വലിയ പ്രാധാന്യം അള്ളാഹു തന്നെ നൽകുന്നു. കാരണം എന്താ? അശറഫുൽ ഖൽഖായ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് അള്ളാഹു തആല അയക്കാൻ, അതായത് ജനിക്കാൻ അള്ളാഹു തആല തിരഞ്ഞെടുത്ത സമയം സുബഹിക്കുമുള്ള സമയം. ആ സമയത്തിന്റെ പ്രത്യേകത നാം ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ആ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിമിനും അതിന് ആനുകൂല്യം കിട്ടും, അമുസ്ലിമിനും കിട്ടും. കാരണം എന്താ? സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ഏത് വ്യക്തിയാവട്ടെ അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാവും. അവൻ വിശ്വാസിയോ അവിശ്വാസിയോ നോക്കില്ല. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വിശ്വമിൽവാസമരുണ്ടവർക്കും സർവസമേകി കനിയുന്ന രക്ഷക സർവാദിനാഥ നീ എത്ര മഹോന്നതൻ.
അള്ളാഹുത്താലാണ് വിശ്വാസിക്കും അവിശ്വാസിക്കും ഗുണം ചെയ്യുന്നത്. ഇവിടെ ചില അള്ളാഹുത്താല ചില നിയന്ത്രണങ്ങളും ചില നിയമങ്ങളും ചില വ്യവസ്ഥകളും വെച്ചിട്ടുണ്ട്. അപ്പം സുബഹിക്ക് മുമ്പുള്ള സമയത്തിന് മുസ്ലിമിനും അമുസ്ലിമിനും അതിൻ്റെതായ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞതിൽ ഒരാളുടെ ചരിത്രം ഞാൻ പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട നബിയാണ് മൂസാ നബി അലൈഹി സ്വലാം. ആ പ്രവാചകന്റെ ശത്രുവായിരുന്നല്ലോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഫിർഔൻ ചെയ്ത് കൂട്ടിയ ക്രൂരതയ്ക്ക് കണക്കില്ലല്ലോ. കാരണം ജനിച്ച ആൺകുട്ടികളെ എല്ലാം കൊല്ലുകയും പെൺകുട്ടികളെ ജീവിക്കാൻ വിടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. കാരണം അവന് സ്വപ്നം കണ്ടല്ലോ, എൻ്റെ ശത്രുവായിട്ട് ഒരാൺകുട്ടി ജനിക്കാനുണ്ടെന്ന് കരുതിയപ്പോഴാണല്ലോ, അവൻ അറിഞ്ഞപ്പോഴാണല്ലോ ഈ എല്ലാ കുട്ടികളെയും കൊന്നത്. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല എന്താ തീരുമാനിച്ച, അവന്റെ കൈ കൊണ്ട് തന്നെ വളർത്താം. അങ്ങനെ ജനിച്ച മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വന്നു, പ്രവാചകനായി പ്രബോധനം നടത്തി. പക്ഷേ ആ പ്രബോധനം നടത്തുന്ന കാലഘട്ടത്തിൽ ഇസ്രയേൽ വംശജരായ എല്ലാ മനുഷ്യരെയും ക്രൂരമായി ആക്രമിക്കുന്നു. കിബിത്തികളായ ഫിറഔന്റെ വംശം മാത്രം എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് ഇവരെ അടിമകളാക്കി വെക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് എല്ലാവരും പറഞ്ഞു ഈ ഫിറഔനെതിരെ ഒന്ന് ദുആ ചെയ്യണമെന്ന്. ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹിക്കെതിരെ ദുആ ചെയ്യാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒരു പ്രവാചകന്റെ ദുആ എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ അതിന് ഉത്തരം കിട്ടും. പക്ഷേ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ല. അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വഹി അറിയിച്ചു, മൂസ നിന്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, അത് ഫിർഔനിലുള്ള പ്രത്യേകതയാണ്. ഫിർഔൻ യഥാർത്ഥമായി ഇസ്ലാമിന്റെ ശത്രുവാണ്. പക്ഷേ അവന് 2 ഗുണങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, അവൻ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കും, അല്ലാഹു തആല അറിയിച്ചതാണ്. 2, അവൻ ധാരാളം ആളുകൾക്ക് അവൻ സദഖ കൊടുക്കും. അവൻ ഭരണാധികാരിയാണ്, രാജാവാണല്ലോ. അത് കൂടാതെ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയും, ഞാനാണ് നിങ്ങൾ ഏറ്റവും മേലെയായ റബ്ബ് ഞാനാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഈ പ്രവർത്തനം 2 ഉള്ളത് കാരണമായി എന്റെ ശിക്ഷ പെട്ടെന്ന് ഇറങ്ങത്തില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയിച്ചു കൊടുത്തു. ഈ വിവരം ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച കൈ ചെവിയിലെത്തി. ആ ഫിർഔൻ അന്നേരം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഫിർഔൻ പറഞ്ഞതേ, അവൻ അഹങ്കാരിയാണല്ലോ, അവൻ പറഞ്ഞ അങ്ങനെ മൂസാടെ റബ്ബ്, അതായത് നിന്നെ ശിക്ഷിക്കാത്തത്, നീ ഇത്രയും ക്രൂരത കാണിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്നിലുള്ള നന്മകൾ പരിഗണിച്ചുകൊണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ നാശം എന്നേ കഴിഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പം ഫിർഔൻ കേട്ടപ്പം എന്താ കാരണം എന്ന് ചോദിച്ചു. അതായത് മൂസാടെ റബ്ബ് പറഞ്ഞു, നിനക്ക് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നീ സുബഹിക്ക് മുമ്പ് എഴുന്നേക്കുന്ന സമയം, ആ സമയത്ത് നീ വലിയ മാന്യത കൽപ്പിച്ചുകൊണ്ട്, അത് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നീ അത് ജീവിക്കുന്നു. ഒന്ന്. രണ്ടാമത് നിന്നിലുള്ള ഗുണം എന്ന് പറയുന്നത് നീ എല്ലാവർക്കും സദഖ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഫിർഔനെടുത്ത തീരുമാനം എന്താണെന്നറിയോ? അങ്ങനെ മൂസാടെ റബ്ബ് പറഞ്ഞെങ്കിൽ ആ പണി ഇന്ന് തൊട്ട് നിർത്തുവാണെന്ന്. പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ എന്തായില്ല, താമസം ഉണ്ടായില്ല. അപ്പം സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകുന്ന വലിയൊരു മഹത്തായ ഭാഗ്യമാണ്, ഒരു നിധിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത സുബഹി തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചും മറ്റുള്ള സുബഹിക്ക് മുമ്പ് നമുക്ക് കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, ബർക്കത്ത് കെട്ടവനാകണം എന്നെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങണം പരമസുഖത്തിലേ. അതായത് തഴവാസ്താദ് പറഞ്ഞാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബർക്കത്ത് കെട്ടാനുള്ള ഡിഗ്രി കിട്ടണോ, അവൻ സുബഹി ഖളാ ആക്കി എന്ത് ചെയ്യുക, ഉറങ്ങുക എന്നുള്ളതാണ്. സുബഹി നിസ്കരിക്കാത്തവനാകുക. അവൻ ജീവിതത്തിൽ നമുക്ക് സുബഹി നമസ്കരിക്കുന്നവരാണ് നമ്മളെല്ലാം. അല്ലാഹു തആല നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. അല്ലാഹു തആല മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.